ഇന്നത്തെ നമ്മുടെ വർക്ക് കിടക്കുന്ന ഐറ്റനിലാണ് കേട്ടോ. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നില്ല. പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാത്തതിന് 2 കാരണങ്ങളുണ്ട്. അവനെ കണ്ടോ, ഒന്ന് അവനാണ്, അത് കൂടാണ്ട് ഒരു കാരണം കൂടിയുണ്ട്. ഈ മോട്ടർ ജാമായിരുന്നു. നമ്മളിപ്പോൾ പുതിയൊരു മോട്ടർ മേടിച്ചു, ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഈ മോട്ടർ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണെന്നറിയാമോ, ഇതിൻ്റെ ബ്രഷ് നമ്മൾ റിപ്പയർ ചെയ്താലും 2-3 വണ്ടി ചെയ്ത് നോക്കി, പക്ഷേ കിടക്കുന്നില്ല. കാര്യം ആ ഒരു സെയിം ക്വാളിറ്റിയുള്ള ബ്രഷ് നമുക്ക് കിട്ടാൻ അത്ര ടഫാണ്. അതുകൊണ്ട് നമ്മളിത് അധികം റിപ്പയറിങ്ങിന് മെനക്കെടാറില്ല. ഇപ്പോൾ ചെറിയ പൈസകൾ നമ്മൾ പുതിയ മോട്ടർ മേടിച്ച് വെച്ചു. അത് കൂടാണ്ട് ഇതിനൊരു വിഷയം കൂടിയുണ്ട്. അതും കൂടി നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിന് ഒരു പ്രശ്നം കൂടി ഉണ്ടെന്ന്, ഒരു കംപ്ലൈൻറ്റും കൂടി ഉള്ളത് കൊണ്ടാണ് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാത്തതെന്ന്. ഇത് ഐറ്റൻ്റെ ഏറ്റവും ടോപ്പ് വെർഷനാണ് കേട്ടോ. സൺറൂഫ് വരുന്ന മോഡലാണ്. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പ്രോബ്ലം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ECM എന്നുള്ള പൾസ് ഇതിലോട്ട് കറക്റ്റ് ജനറേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. അതായിരുന്നു രണ്ടാമത്തെ ഇഷ്യൂ. അതിൻ്റെ വാണിംഗ് ലൈറ്റ് ഇതിലുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് നമുക്കൊരു ടോർക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ECM റിലേറ്റഡ് ആയിരുന്നു. അതും ഊരി നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്ത് പെർഫോമൻസ് വണ്ടി തരുന്നുണ്ടെന്ന്. അതാ നോക്കൂ, ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് കൂടെയാണ് കേട്ടോ. ഇപ്പം കണ്ട നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം 100% പെർഫെക്റ്റ് കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.